ഇഷ്ടം പറഞ്ഞെത്തുന്നവർക്കൊപ്പം കൂടുതൽ അന്വേഷിക്കാതെയോ അടുത്തറിയാതെയോ ഒരുമിച്ച് താമസിക്കുന്ന ചിലരുണ്ട്. കുറച്ചു കഴിയുമ്പോഴാകും പങ്കാളിയുടെ തനി സ്വഭാവം മനസ്സിലാവുക. പത്തനംതിട്ട റാന്നിയിലെ ഒരു യുവതി മോതിരവയൽ സ്വദേശി ദിലീപ് കുമാറിനൊപ്പം പങ്കാളിയായി കഴിയുകയായിരുന്നു. ദിലീപ് കുമാറുമായി സ്ഥിരമായി പ്രശ്നങ്ങളായതോടെ യുവതി വാടക വീട്ടിലേക്ക് താമസം മാറി. ഇവിടെ എത്തിയ ദിലീപ് യുവതിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പ്രതിയെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട റാന്നി മോതിരവയൽ സ്വദേശിനിയായ യുവതിയെ തലക്കടിച്ചു മാരകമായി പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് മോതിരവയൽ സ്വദേശി ദിലീപ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി 11ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. മുമ്പ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു. സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് യുവതി മറ്റൊരിടത്തേക്ക് വാടകയ്ക്ക് താമസം മാറിയിരുന്നു. അവിടെ എത്തിയാണ് പ്രതി ഫ്യൂസ് കാരിയർ കൊണ്ട് യുവതിയുടെ തലയിലടിച്ചു പരിക്കേൽപ്പിച്ചത്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത റാന്നി പോലീസ് വളരെ വേഗം അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ CBS, സീനിയർ CPO സതീഷ്, CPOമാരായ ഗോകുൽ, കണ്ണൻ, ജിബിൻദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. പിഞ്ചു കുട്ടികളെ പോലും കാമക്കണ്ണുകളോടെ സമീപിക്കുന്ന ചില മനുഷ്യമൃഗങ്ങളുണ്ട്. പോക്സോ നിയമം കർക്കശമാക്കിയ ശേഷം ഇത്തരക്കാർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്നുണ്ടെന്നത് ഉചിതമായ കാര്യമാണ്. മൂവാറ്റുപുഴയിൽ 6 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ 2 യുവാക്കൾക്ക് 58 വർഷം വീതം കഠിന തടവും 3.25 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. തൃശൂർ ഒല്ലൂക്കര സ്വദേശി K. സമൽ, തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശി സൂര്യദേവ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ആറ് വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിലാണ് 2 യുവാക്കൾക്ക് 58 വർഷം വീതം കഠിന തടവും 3.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. തൃശൂർ ഒല്ലൂക്കര സ്വദേശി 32-കാരനായ K. സമല, തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശി 27 വയസ്സുള്ള സൂര്യദേവ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 2 ലക്ഷം രൂപ വീതം ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകണം. മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി A. സമീറാണ് കേസിൽ വിധി പറഞ്ഞത്. ഡിസംബർ 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവ സമയത്ത് ബന്ധുവീട്ടിൽ താമസിക്കുകയായിരുന്ന പ്രതികൾ സമീപവാസിയായ 6 വയസ്സുകാരിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. മൂവാറ്റുപുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PR ജമുന കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 മൂവാറ്റുപുഴ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുന്നു. അതിനിടയിലുള്ള ജോലി നഷ്ടമാകുമോ എന്ന ആശങ്കയിലായിരുന്നു കാസർഗോഡ് മുളിയാർ സ്വദേശി യോഗീഷ് എന്ന യുവാവ്. ഒടുവിൽ സമ്മർദ്ദം താങ്ങാനാവാതെ യുവാവ് ജീവനൊടുക്കി. വീടിന് സമീപത്തെ ഷെഡിലാണ് യോഗീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 18 വർഷമായി KSRTCയിൽ താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. KSRTCയിൽ 18 വർഷമായി താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന മുളിയാർ മജക്കാറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളിയാർ മജക്കാറിലെ പരേതനായ മഹാലിംഗ പട്ടാളിയുടെ മകനാണ് യോഗീഷ്. കാസർഗോഡ് സുള്ളിയ റൂട്ടിൽ താൽക്കാലിക കണ്ടക്ടറായാണ് ജോലി ചെയ്തിരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് സംഭവം നടന്നതെന്നാണ് വിവരം. യോഗീഷും മാതാവ് ബേബിയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മാതാവ് ബന്ധുവീട്ടിലേക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് പുതുതായി നിർമ്മിച്ച വീടിന് പിന്നിലെ ഷെഡിൽ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിടുമെന്ന ഭീതിയാണ് യോഗീഷിന്റെ ആത്മഹത്യക്ക് കാരണമായതെന്ന് സംശയിക്കുന്നതായി
ബന്ധുക്കൾ പറഞ്ഞു. അടുത്തിടെയാണ് പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി താമസം മാറ്റിയത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് ആത്മഹത്യ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പിരിച്ചുവിട്ടതും മറ്റേ കുറേ ആൾക്കാരെ പിരിച്ചുവിടാൻ പോകുന്നുണ്ടെന്നെല്ലാം പറയുന്ന ഒരു ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ കല്യാണം ജനുവരി 31 കല്യാണം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം ഈ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ജോലി പോയി പോകുമെന്നുള്ളൊരു പേടിയാണ് ഇതിൻ്റെ അതല്ലാതെ വേറെ നമുക്ക് അറിഞ്ഞിരുന്ന ഒരു കാരണങ്ങളും ഇല്ല. 3-ാം തീയതി ഒരു കോടതി വിധി നമ്മൾ ബദലുകൾ മൊത്തം പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു കോടതി വിധി വന്നുകൊണ്ട് നമ്മൾ 10-18 വർഷം ജോലി ചെയ്ത ആൾക്കാരാണ് KSRTC കൊണ്ട്. നമ്മുടെ ജീവിതം മൊത്തം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭരണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പം ഭരണത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണത്തിന് വന്ന ആൾക്കാരും ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണുള്ളത്. യോഗീഷിന്റെ മരണം നാടിനെയും ബന്ധുക്കളെയും കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മരണത്തിന്റെ യഥാർത്ഥ കാരണം ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആദൂർ SI കരുണാകരൻ KMയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 കാസർഗോഡ്. വണ്ടിയിൽ നിന്നും കഞ്ചാവും മദ്യക്കുപ്പിയും എടുത്തെന്നാരോപിച്ച് വയോധികയെയും മകനെയും വീട് കയറി ക്രൂരമായി മർദ്ദിച്ചു. കോഴിക്കോട് മുക്കം തോട്ടുമുക്കത്താണ് സംഭവം. തോട്ടുമുക്കം ഭഗവതി പറമ്പിൽ ചന്ദ്രൻ, മാതാവ് 82 വയസ്സുള്ള ജാനകി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അർദ്ധരാത്രിയിൽ വീടുകയറിയാണ് വയോധികയെയും മകനെയും ക്രൂരമായി മർദ്ദിച്ചത്. തോട്ടുമുക്കം ഭഗവതി പറമ്പിൽ 52-കാരനായ ചന്ദ്രൻ, 82 വയസ്സുള്ള മാതാവ് ജാനകി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വണ്ടിയിൽ നിന്നുള്ള കഞ്ചാവും കുപ്പിയും എവിടെ എന്ന് ചോദിച്ചായിരുന്നു ആക്രമണമെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. തോട്ടുമുക്കത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന പനംപ്ലാവ് സ്വദേശി കരിക്കൂട്ടത്തിൽ ഷാലുമോൻ, കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 2 കഞ്ചാവ് പൊതി ഉണ്ട്, പിന്നെ ബ്രാൻഡി കല്ലോണ്ട് എറിഞ്ഞ് നിങ്ങളെ പിടിച്ച് ഉന്തി. നിങ്ങളെ ഊരക്ക് പ്രശ്നം പറ്റി. എല്ലാരും ഹോസ്പിറ്റലിൽ പോയി. മാമന്റെ വണ്ടീന്റെ താക്കോലോൻ എടുത്ത് കാറായിട്ട് ഓലപ്പം അമ്മനെ ഇടിച്ചിടാൻ വേണ്ടി പോയി. പുലർച്ചെ 1 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ചന്ദ്രനും കുടുംബവും താമസിക്കുന്ന വീടിന്റെ തിണ്ണയിലേക്ക് പ്രതികൾ അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ചന്ദ്രനെ അസഭ്യം പറയുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയും തകരഷീറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്തു. തടയാനെത്തിയപ്പോഴാണ് മാതാവ് ജാനകിയെയും പ്രതികൾ തള്ളിമാറ്റിയതും മർദ്ദിച്ചതും. മറ്റൊരു വാഹനത്തിൽ നിന്ന് കഞ്ചാവും മദ്യക്കുപ്പിയും എടുത്തത് ചന്ദ്രനാണെന്ന തെറ്റിദ്ധാരണയെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. SI K സിദ്ദിഖിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. തൃശൂർ ചാവക്കാട് മണത്തലയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ യുവതികളടക്കം 3 പേർ പിടിയിൽ. എരുമപ്പെട്ടി സ്വദേശികളായ ജസ്ന, ഷിഹാബുദ്ദീൻ, തമ്പുരാൻപടി സ്വദേശിനി ദീപ്തി എന്നിവരാണ് പിടിയിലായത്. മണത്തല മുല്ലത്തറയിലെ തച്ചപ്പുള്ളി ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിലാണ് ഇവർ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. മണത്തല മുല്ലത്തറയിലെ തച്ചപ്പുള്ളി ഗോൾഡ് ലോൺ സ്ഥാപനത്തിലാണ് സംഭവം. എരുമപ്പെട്ടി സ്വദേശികളായ ജസ്ന, ഷിഹാബുദ്ദീൻ, തമ്പുരാൻപടി സ്വദേശി ദീപ്തി എന്നിവരാണ് പിടിയിലായത്. 8 ഗ്രാം 150 മില്ലി തൂക്കമുള്ള വളയാണ് ഇവർ പണയം വയ്ക്കാനായി കൊണ്ടുവന്നത്. 80,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഉടൻ ജീവനക്കാർ തന്നെ പ്രതികളെ 3 തടഞ്ഞുവെച്ച് ചാവക്കാട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇവർ മുമ്പും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും സംഘത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് ഊർജിതമായി അന്വേഷിച്ചു വരികയാണ്.
ന്യൂസ് 18 തൃശൂർ. മഴക്കാലമായതോടെ മോഷ്ടാക്കൾ നാടെങ്ങും വിലസുകയാണ്. തൃശൂർ പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തി. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 13.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടമായി. വീട്ടിൽ ആളില്ലാത്തപ്പോഴായിരുന്നു ഈ കവർച്ച. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ അക്ബറും കുടുംബവും പുറത്തുപോയി രാത്രി 8:30 തിരിച്ചു വന്നപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത മോഷ്ടാക്കൾ അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവരുകയായിരുന്നു. 13.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടമായി. ആധാർ കാർഡ്, RC ബുക്ക് എന്നിവയും നഷ്ടമായതായി പരാതിയിൽ പറയുന്നു. അക്ബറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം SHO സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. വീട്ടിലെ അലമാരകളിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. പിൻവശത്തെ ഗ്രില്ലും തകർത്താണ് മോഷ്ടാക്കൾ പുറത്തുപോയിരിക്കുന്നത്. പ്രദേശത്തെ CCTV ക്യാമറകൾ നിരീക്ഷിച്ച് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. കൊല്ലം ഇട്ടിവ ഫിൽഗിരിയിലെ വീട്ടിൽ കവർച്ച നടത്തി 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണപ്പൻ എന്നറിയപ്പെടുന്ന രതീഷിനെയാണ് കടയ്ക്കൽ പോലീസ് പിടികൂടിയത്. വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് രതീഷ്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഫിൽഗിരിയിലെ മോഷണം. ചിറയൻകീഴ് മാവം പ്ലാക്കോട്ടുകോണം ചരിവിള വീട്ടിൽ 29-കാരനായ കണ്ണപ്പൻ എന്ന രതീഷാണ് പിടിയിലായത്. കഴിഞ്ഞ ജനുവരി 26 രാവിലെ 7:30 വൈകിട്ട് 6 ഇടയിലാണ് ഇട്ടിവ ഫിൽഗിരിയിലെ വീട്ടിൽ കവർച്ച നടന്നത്. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് പിൻവാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ പ്രതി അലമാര പൊളിച്ച് 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചെന്നാണ് കേസ്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച കടയ്ക്കൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 40-ലധികം മോഷണ കേസുകളിൽ പ്രതിയായ രതീഷിന്റെ ദൃശ്യങ്ങൾ പോലീസ് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം മോഷണം നടന്ന ഫിൽഗിരിക്ക് സമീപം പ്രതിയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞ് തടഞ്ഞുവെക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകം കേരളത്തെ ആകെ നടുക്കിയ സംഭവമാണ്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ വിചാരണ പൂർത്തിയാക്കുകയോ പ്രതികളെ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. കേസിന്റെ വിചാരണ വേഗത്തിലാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നൽകിയ നിർദ്ദേശം. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കേസിന്റെ വിചാരണ അനന്തമായി നീളുന്നതിനെതിരെ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മകന്റെ കൊലപാതക കേസിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചു. 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെയും കേസ് വേഗത്തിൽ പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങളാൽ നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയതോടെയാണ് കേസിൽ വിചാരണ നടപടികൾക്ക് വഴിയൊരുങ്ങിയത്. 2018 ജൂലൈ 2 എറണാകുളം മഹാരാജാസ് കോളേജിൽ 2ാം വർഷ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയും SFI നേതാവുമായ അഭിമന്യു കൊല്ലപ്പെട്ടത്. പുലർച്ചെ കോളേജ് ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിനിടെയായിരുന്നു കൊലപാതകം. ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. അന്വേഷണത്തിനൊടുവിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി. കേസുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ നഷ്ടപ്പെട്ടതും വിചാരണ വൈകാൻ കാരണമായി. പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് രേഖകൾ പുനഃസൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. കൊലപാതകം നടന്ന 8 വർഷം പിന്നിടുമ്പോഴാണ്
കേസിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ ഹൈക്കോടതി കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത്. ഇതോടെ കേസിൽ ഇനി വിചാരണ നടപടികൾ വേഗത്തിലാകുമെന്നാണ് അഭിമന്യുവിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി മാറ്റത്തിനെതിരെ ബഷീറിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ്. സംസ്ഥാന സർക്കാരിനും കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനുമാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അതേസമയം തിരുവനന്തപുരം 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണയിൽ കേസിലെ 6ാം സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ഷെഫീഖ് കൂറുമാറി. ബഷീറിനെ ഇടിച്ച കാർ ഓടിച്ചത് ആരാണെന്ന് അറിയില്ലെന്നും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതിയെ അറിയില്ലെന്നുമായിരുന്നു ഇയാളുടെ മൊഴി. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1-ലായിരുന്നു കേസിന്റെ വിചാരണ നടക്കേണ്ടിയിരുന്നത്. പിന്നീട് വിചാരണ കോടതി മാറ്റിയതിനെതിരെയാണ് ബഷീറിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതി മാറ്റിയ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ സർക്കാരിന്റെയും ശ്രീറാം വെങ്കിട്ടരാമന്റെയും വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് B. രാമൻപിള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ അപേക്ഷയിലാണ് വിചാരണ 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത്. എന്നാൽ കോടതി മാറ്റം തങ്ങളുടെ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന നിലപാടിലാണ് ബഷീറിന്റെ കുടുംബം. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും ശ്രീറാം വെങ്കിട്ടരാമനും നോട്ടീസ് അയച്ച ഹൈക്കോടതി ഇരുവിഭാഗത്തിന്റെയും വിശദീകരണം തേടിയിരിക്കുകയാണ്. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെയും പ്രതിഭാഗത്തിന്റെയും നിലപാട് നിർണായകമാകും. വിചാരണ കോടതി മാറ്റിയ നടപടി ഹൈക്കോടതി തുടർന്നും അനുവദിക്കുമോ, അതോ കേസ് നേരത്തെ പരിഗണിച്ചിരുന്ന കോടതിയിലേക്ക് തന്നെ മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഓഗസ്റ്റ് 3 പുലർച്ചെയാണ് തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷന് സമീപം KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ടത്. സിറാജ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ബഷീർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. ശ്രീറാം വെങ്കിട്ടരാമൻ IAS ഓടിച്ചിരുന്ന കാറിടിച്ചാണ് ബഷീർ മരിച്ചത്. അപകട സമയത്ത് ശ്രീറാം മദ്യലഹരിയിലായിരുന്നുവെന്നും അമിത വേഗത്തിലായിരുന്നു വാഹനം ഓടിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഏറെ വൈകി കഴിഞ്ഞ ദിവസമാണ് വിചാരണ ആരംഭിച്ചത്. വിചാരണ നടപടികൾ വൈകുന്നതിനെതിരെ ബഷീറിന്റെ കുടുംബം നേരത്തെയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് വിചാരണ കോടതി മാറ്റവുമായി ബന്ധപ്പെട്ട പുതിയ നിയമ നടപടി. ന്യൂസ് 18 കൊച്ചി. ലഹരി വ്യാപാരം തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ വളരെ ശക്തമായി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസവും വിവിധ ജില്ലകളിൽ പ്രതികൾ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് രാസലഹരി എത്തിക്കുന്നവരും കഞ്ചാവിന്റെ മൊത്ത വിതരണക്കാരനുമടക്കം 4 പേരെ മലപ്പുറത്ത് അറസ്റ്റ് ചെയ്തു. എറണാകുളം മൂവാറ്റുപുഴയിൽ 6 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. പാലക്കാട് അട്ടപ്പാടി ഇടവാണി മലയടിവാരത്ത് വൻതോതിലുണ്ടായിരുന്ന കഞ്ചാവ് കൃഷി നശിപ്പിച്ചു. ബംഗളൂരുവിൽ നിന്ന് കാറിൽ MDMA കടത്തുന്നതിനിടെയാണ് അന്തർസംസ്ഥാന ലഹരിക്കടത്ത് സംഘം മലപ്പുറത്ത് പിടിയിലായത്. അരീക്കോട് സ്വദേശികളായ നിജിൽ, മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 8 ഗ്രാം MDMA പിടിച്ചെടുത്തു. ചൊവ്വാഴ്ച പുലർച്ചെ രഹസ്യ വിവരത്തെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് അരീക്കോട് പത്തനാപുരത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് അറസ്റ്റ്. പ്രതി നിജിൽ മുൻപും ലഹരി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ്. 2023-ൽ MDMAയുമായി നിജിലിനെ ബംഗളൂരു പോലീസ് പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരിക്കടത്തിൽ സജീവമാവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തിരൂരിൽ കഞ്ചാവ് ചില്ലറ വിൽപ്പനക്കാരനെയും മൊത്തക്കച്ചവടക്കാരനെയും ഒരുമിച്ച് വലയിലാക്കിയതും പോലീസിന്റെ നേട്ടമായി. ചില്ലറ വിൽപ്പനക്കാരനായ മൂലക്കൽ സ്വദേശി നിമിത്തിനെ വെട്ടത്ത് നിന്നും മൊത്തക്കച്ചവടക്കാരനായ താനൂർ സ്വദേശി അബ്ദുൾ മനാഫിനെ തെയ്യാലയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇരുവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും പണവും പിടിച്ചെടുത്തു. ഞായറാഴ്ച ഉച്ചയോടെ പടിയത്ത് കാറ് പാർക്ക് ചെയ്ത് ഇടപാടുകാർക്ക് കഞ്ചാവ് വിൽക്കാനുള്ള ശ്രമത്തിനിടെ നിമിത്തിനെ തിരൂർ SI AN സുജിത് പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ 30 ഗ്രാം കഞ്ചാവും ലഹരി വിൽപ്പനയിലൂടെ സമാഹരിച്ച 7500 രൂപയും കണ്ടെടുത്തു. നിമിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന അബ്ദുൾ മനാഫിനെ കുറിച്ച് വിവരം ലഭിച്ചതും പ്രതിയെ പിടികൂടിയതും. മനാഫിനൊപ്പമുണ്ടായിരുന്ന കൂട്ടാളി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം MDMA കേസിലും മനാഫ് അറസ്റ്റിലായിരുന്നു.
മൂവാറ്റുപുഴയിൽ 6 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. MC റോഡിൽ വാഴപ്പള്ളി മിൽമയ്ക്ക് എതിർവശമുള്ള വെയിറ്റിംഗ് ഷെഡിൽ നിന്നുമാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷെയ്ഖ് സിദ്ദിഖിനെ പിടികൂടിയത്. വെസ്റ്റ് ബംഗാളിൽ നിന്നും കഴിഞ്ഞ ദിവസം ട്രെയിൻ മാർഗം ആലുവയിൽ എത്തിയതിനു ശേഷം ബസ്സിലാണ് മൂവാറ്റുപുഴയിലേക്ക് വന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അബ്ദുൾ റാഷി IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അഗളിയിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തി നശിപ്പിച്ചത്. ഇടവാണി മലയുടെ കിഴക്കേ അടിവാരത്ത് 260 തടങ്ങളിലായി 1400ഓളം കഞ്ചാവാണ് നട്ടിരുന്നത്. 5 മാസം പ്രായമുള്ള ഈ കഞ്ചാവ് തൈകൾ തീയിട്ട് നശിപ്പിച്ചു. പുതൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കൃഷി ചെയ്തവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനും അതുവഴി കൂടുതൽ പണം സമ്പാദിക്കാനുമൊക്കെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന ചിലരുണ്ട്. അത്തരമൊരു പ്രസ്താവനയാണ് നിസാം എന്ന വ്ലോഗർ നടത്തിയിട്ടുള്ളത്. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലിനിടയിൽ അപകടത്തിൽപ്പെട്ട മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തണമെന്ന തരത്തിലാണ് ഇയാളുടെ പരാമർശം. അപകടത്തിൽപ്പെട്ട മാധ്യമപ്രവർത്തകരെ മണ്ണിനടിയിൽ തന്നെ ഇട്ട് മൂടണമെന്ന പരാമർശത്തിനൊപ്പം മാധ്യമപ്രവർത്തകർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഒരു ദുരന്തമോ മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടായാൽ അത് ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് മാധ്യമങ്ങൾ. ദുരന്ത മേഖലയിൽ പണിയെടുക്കുന്ന മറ്റു വിഭാഗങ്ങളെ പോലെ അപകട സാധ്യതകൾക്ക് നടുവിലാണ് ഓരോരുത്തരും ജോലി ചെയ്യുന്നത്. മണ്ണിടിച്ചിലിൽ ചെളിയിൽ വീഴുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത മാധ്യമപ്രവർത്തകനും മനുഷ്യനാണെന്നും അദ്ദേഹത്തിനും കുടുംബമുണ്ടെന്നതുമൊക്കെ നിസാമിനെ പോലെയുള്ളവർ സൗകര്യപൂർവ്വം മറക്കുന്നു. നിസാമിനെതിരെ KUWJ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ചില പരാമർശങ്ങളും വെക്കാൻ പാടില്ലാത്ത ചില ഫോട്ടോകൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് മാധ്യമപ്രവർത്തകരെ ഒന്നാകം വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് കൈരളി TVയിലെ ക്യാമറമാൻ ജയേഷിന്. അദ്ദേഹത്തിനെതിരെ ഞാൻ പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് സംസാരിച്ചു. ആ സമയത്ത് സംഭവിച്ചു പോയ ഒരു തെറ്റാണ്. അതുകൊണ്ട് ജയേഷിനോടും ജയേഷിൻ്റെ കുടുംബത്തോടും ഞാൻ പരസ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ ജയേഷിനെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.